ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പച്ചപ്പയറും ക്യാരറ്റും കൊണ്ടൊരു തോരനാണ് കേട്ടോ. നന്നാക്കി നുറുക്കി കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ അത്. അപ്പം നമുക്ക് തോരൻ ഉണ്ടാക്കാൻ നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കുക. ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. ഇതൊരു സിമ്പിൾ തോരനാണ് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കുക. രണ്ടു മൂന്ന് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. നമുക്ക് നുറുക്കി വെച്ച ഈ കഷ്ണം ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ ഇവിടെ ഉണ്ടാവുന്ന കറിവേപ്പിലയാണ് കേട്ടോ, ഫ്രഷ് ആയിട്ടുള്ളത്. നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കുക. നമുക്കിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കി എടുക്കുക. അപ്പം നമുക്ക് ഒന്ന് തേങ്ങ ചതച്ചെടുക്കണം. അപ്പോൾ ഒരു 1/4 മുറി തേങ്ങ, ഒരു 5-6 ചെറിയ ഉള്ളി കേട്ടോ. തേങ്ങയിട്ട് ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇതില് 2 പച്ചമുളക്, ഒരു 4-5 ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഇട്ടിട്ടുണ്ട്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അതിലേക്കുള്ള അരപ്പാണ് ശരിയാക്കണത്. ഇത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പോസ്റ്റിൽ ലൈനില് ഒരു കാക്ക വന്നിരുന്നതിന് ഷോക്ക് അടിച്ചു. അപ്പൊ കറണ്ട് പോയി അതോടുകൂടി. അപ്പൊ കുറച്ചു നേരം നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല, കറണ്ട് വരണവരെ. അപ്പൊ ആദ്യം തേങ്ങ ഉള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നീടും അത് പറഞ്ഞത്. ആദ്യം ഇടണ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കൊരു 1/4 ടീസ്പൂണ് ജീരകം. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. ചതച്ചെടുക്കാനേ പാടുള്ളൂ. അപ്പൊ നമ്മളിത് ചതച്ചെടുത്തു കേട്ടോ. നമുക്കിത് തുറക്കാം. നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഈ ചതച്ചത് ഇതിലിട്ട് കൊടുക്കുക. കൈയൊക്കെ കഴുകിയതാണ് കേട്ടോ, അങ്ങനെ വിചാരിക്കണ്ട. ഇനി നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് തോരൻ ഇതിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊ നമ്മുടെ തോരൻ ഇതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ തോരനും തൈരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ണാൻ, രസമോ എന്തെങ്കിലും പപ്പടവും ഈ തോരനൊക്കെ മതി. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക.